സംസ്ഥാനത്ത് ഷിഗല്ല ഭീതി തുടരുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് പയ്യോളിയിലെ 3 വയസ്സുകാരനും രോഗം ബാധിച്ചു. വയനാട്ടിലെ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചയാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയ 15 പേർ ക്വാറന്റൈനിലാണ്. എബി ജോൺ തോമസ് വിശദാംശങ്ങൾ നൽകും. എബി, കൂടുതൽ ആളുകളിലേക്ക് ഷിഗല്ല ബാധിക്കുകയാണ്, വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ മുൻകരുതൽ നടപടികളൊക്കെ എത്രത്തോളമാണ്? ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അടക്കം പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ടല്ലോ. അഖില, സംസ്ഥാനം ശരിക്കും ഇപ്പോൾ ഒരു ഷിഗല്ല ഭീതിയിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം ആ നിലയ്ക്കാണ് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലാണെങ്കിലും ഇന്ന് പുതുതായി 7 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടുകൂടി അവിടെ 16 കുട്ടികൾക്കാണ് ഇപ്പോൾ ഷിഗല്ല സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ 16 കുട്ടികളുടെയും ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് നമുക്കും ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് പയ്യോളിയിലും ഇന്നിപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒരു 3.5 വയസ്സുകാരനാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പനി മറ്റ് ലക്ഷണങ്ങളൊക്കെ കൂടി ആശുപത്രിയിൽ എത്തിയ ഘട്ടത്തിലാണ് ഈ പരിശോധനയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെയാണ് ഇതിന്റെ ഫലം പോസിറ്റീവായി വന്നിരിക്കുന്നത്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ആശ്വാസകരമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒപ്പം ഇതിന് ഏറ്റവും അവസാനമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നുമാണ്. കാട്ടാക്കടയിലെ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഒരു ബേക്കറിയിൽ അവിടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പരിശോധന പ്രത്യേകമായി നടത്തിയിരുന്നു. അവിടെ വിൽപ്പന നടത്തിയിരുന്ന ഓറഞ്ച് ഫ്ലേവറിലുള്ള ഒരു പാനീയം അത് പരിശോധനയ്ക്കായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അയച്ചിരുന്നു. അതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് ആ പാനീയത്തിൽ ഷിഗല്ല രോഗാണുക്കൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും കർശനമായിട്ടുള്ള നടപടികളിൽ കടന്നിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജീവനക്കാർ ആ ബേക്കറിയിൽ എത്തി ബേക്കറി അടപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ തന്നെയും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കാട്ടാക്കട ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്ന കാർത്തിക എന്ന് പറയുന്ന ബേക്കറിയാണ് ഇത്തരത്തിൽ അവിടുത്തെ പാനീയത്തിലാണ് ഇങ്ങനെ ഒരു ഈ ഷിഗല്ലയുടെ രോഗാണു സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ പാനീയമല്ല, മറിച്ച് അവിടെ തന്നെ ആ ബേക്കറിയിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു പാനീയമാണ്. അതുകൊണ്ട് തന്നെ ഈ ശുദ്ധമല്ലാത്ത വെള്ളത്തിൽ ഒക്കെ തന്നെയാണ് ഇതിന്റെ രോഗാണുക്കളൊക്കെ തന്നെ കാണുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിസൾട്ടും വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ബേക്കറി അടപ്പിക്കുന്ന നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ വരുന്ന ഈ ബേക്കറിയിൽ കൂടുതലായും എത്തുന്നത് കോളേജ്, സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെയാണ്. അവരെയാണ് പ്രധാനമായും ഈ കച്ചവടം ലക്ഷ്യം വെക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ വെള്ളം കുടിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇത് 5-ാം തീയതിയോട് കൂടിയാണ് ഇതിന്റെ റിസൾട്ട് വരുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഇത്രമാത്രം ദിവസങ്ങൾ കടന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇനിയും ഒരു പരിശോധന അവിടെ നടത്തേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ കലക്കി വെച്ചിരുന്ന ആ വെള്ളം അതിനപ്പുറത്തേക്ക് വീണ്ടും അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടി സാമ്പിൾ പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ നിരന്തരമായിട്ടുള്ള പരിശോധന ഒരുപക്ഷെ ഇനി നടത്തേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് ആരോഗ്യവകുപ്പ്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എങ്കിലും രോഗം പടർന്നു പിടിക്കുന്നത് അതൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. അഖില, എബി സൂചിപ്പിച്ച പോലെ തന്നെ പരിശോധനകൾ നടക്കുകയാണ്. ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ്. എങ്ങനെയാണ് അവിടെ ഷിഗല്ല എത്തിയത്, അല്ലെങ്കിൽ ഷിഗല്ലയുടെ ഉറവിടം എന്താണ് എന്നുള്ളതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്.